യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ ID കാർഡ് ഉണ്ടാക്കിയെന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായില്ല. ചോദ്യം ചെയ്യൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ചോദ്യം ചെയ്യൽ ഇന്ന് തിരുവനന്തപുരത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് നോട്ടീസ് കൊടുത്തു എന്നാണ് വിവരം. കൂടുതൽ വിശദാംശങ്ങളുമായി ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, കൈനകരിയിലെ ഈ കാഴ്ച കണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശങ്കയുടെ ദിനങ്ങളാണ്. അതങ്ങനെ ഒഴിയുന്നില്ല. ഇന്നെന്തായാലും ക്രൈംബ്രാഞ്ച് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഹാജരാകാനുള്ള നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നു. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അങ്ങനെ അത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരാകില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഈ കേസിൽ രാഹുൽ പ്രതിയല്ല. മുമ്പ് മ്യൂസിയം പോലീസ് മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചപ്പോൾ ഒന്ന് ഹാജരാകുകയും മൊഴി നൽകുകയും ഈ കേസുമായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ പ്രതിപട്ടികയിലില്ല. അതുകൊണ്ട് തന്നെ ഹാജരാകേണ്ട നിയമപരമായ ബാധ്യതയില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകില്ല. തിരുവനന്തപുരത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയുമില്ല. എന്തായാലും ഈ വ്യാജ ID കാർഡ് കേസ് ക്രൈംബ്രാഞ്ച് കൂടുതൽ സജീവമാക്കുകയാണ്. ഇന്നലെ വ്യാപകമായ പരിശോധന അടൂരിൽ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത അനുയായികളുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ വീടുകളിലാണ് 2 സംഘങ്ങളായി തിരിഞ്ഞ് 2 മണിക്കൂറിലധികം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ KSUവിന്റെ ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ ഇന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഫോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം വിവരങ്ങൾ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിലുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ തന്നെ പ്രധാനമായ തെളിവുകളായി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം തന്നെ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ രാഹുലിന്റെ ഒരു ഐഫോൺ ഉണ്ട്. ഈ ഐഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ രാഹുലിന്റെ കൂടി വീണ്ടും ഇതിന്റെ പാസ്വേഡ് രാഹുലിനോട് ആവശ്യപ്പെടാനുള്ളൊരു തീരുമാനവും അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗികാക്ഷേപ പരാതിക്ക് പിന്നാലെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ 2 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ളത്. ഈ 2 കേസുകളിലും അന്വേഷണം പുരോഗമിക്കുന്നു. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം കൂടുതൽ കടുപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. എന്തായാലും രാഹുൽ ഈ വിഷയത്തിലൊന്നും ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്ന് ഇനിയൊരു പരസ്യ പ്രതികരണം ഉണ്ടാകുന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. എന്തായാലും രാഹുൽ പ്രതിരോധത്തിലാണ്. ഇപ്പോൾ രാഹുലിനെ ചേർത്ത് നിർത്താൻ പാർട്ടിയില്ല. ഇനി രാഹുലിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുന്നത് കണ്ടു തന്നെ അറിയണം. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.